കൊച്ചി മെട്രോ റെയിൽ പദ്ധതി എങ്ങുമെത്താതെ നിൽക്കുമ്പോൾ ഡൽഹിയിലെയും ചെന്നൈയിലെയും ബാംഗ്ലൂരിലെയും പദ്ധതികൾ അതിവേഗം മുന്നേറുകയാണ്. ഏത് രീതിയിൽ നടപ്പാക്കണം എന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസമാണ് കൊച്ചിയിൽ പദ്ധതിക്ക് അനുമതി ലഭിക്കാത്തതിന് കാരണം. കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ കേന്ദ്ര ധനമന്ത്രാലയം ഇതിന് എതിരാണ്. പദ്ധതി പരിഗണിച്ച കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലും ധനമന്ത്രാലയം ഈ എതിർപ്പ് അറിയിച്ചു. ഡൽഹി മെട്രോ റെയിൽ മാതൃകയിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയും നടപ്പാക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് കേന്ദ്ര ധനമന്ത്രാലയം മുഖം തിരിച്ചു നിൽക്കുകയാണ്. പദ്ധതിയുടെ അനുമതി സംബന്ധിച്ച് ഡൽഹി മെട്രോ കോർപ്പറേഷൻ MD E ശ്രീധരൻ കേരള ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. സംസ്ഥാനം ആവശ്യപ്പെട്ട മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി E ശ്രീധരൻ പറഞ്ഞു. ഇതേ രീതിയിൽ പദ്ധതി നടപ്പാക്കാമെന്ന് സംബന്ധിച്ച് ആസൂത്രണ കമ്മീഷൻ നഗരവികസന മന്ത്രാലയത്തിന് നൽകിയ കത്ത് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓണർഷിപ്പ് ഓഫ് ദി പ്രോജക്റ്റ് അത് വേണ്ട, ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ചെയ്യണം. അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട് പ്ലാനിംഗ് കമ്മീഷനിൽ. അതിന്റെ മുകളിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഇനി എടുത്തിട്ടില്ല. വേറെ കൊച്ചിൻ മെട്രോ ജോയിന്റ് ആയിട്ട് ചെയ്യാനുള്ള ഡിസിഷൻ പ്ലാനിംഗ് കമ്മീഷൻ ഉടനെ സമ്മതിച്ചതാണത്. അവിടെ ഉണ്ട് അവരുടെ സമ്മതം. ആസൂത്രണ കമ്മീഷനും നഗരവികസന മന്ത്രാലയവും അനുകൂല നിലപാടിലായതിനാൽ പദ്ധതിയെക്കുറിച്ച് ശുഭപ്രതീക്ഷയാണുള്ളതെന്ന് ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞു. സംസ്ഥാനം ആവശ്യപ്പെട്ട രീതിയിൽ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. മെട്രോ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നിവേദനങ്ങളും ഒക്കെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയ്ക്ക് അനുമതി നൽകാൻ ധനമന്ത്രാലയത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ചർച്ച നടത്തുന്നത്. മനോരമ ന്യൂസ്, ഡൽഹി.